ഇക്കായി ചാർ അപ്ന അപ്ന കാം. അപ്ന എന്ന് പറഞ്ഞാൽ സ്വന്തം. അപ്ന അപ്ന ഓരോരുത്തരുടെയും സ്വന്തം. കാം ജോലി. അപ്ന അപ്ന കാം. സുനേ കഹാനി. നമുക്ക് സ്റ്റോറി കേൾക്കാം. सिमरन बाग में बैठी स्कूल का काम कर रही थी. ओहो, मैं तो थक गई. इतना सारा लिखने पढ़ने का काम. वह सोचने लगी, स्कूल जाओ तो वहाँ पढ़ो, घर आओ तो फिर पढ़ो. कितना अच्छा होता अगर मुझे पढ़ना न पड़ता. സിമ്രൻ ബാഗ് മേ ബാറ്റി സ്കൂൾ കാ കാം കർ രഹി തി. ബാഗ് എന്ന് പറഞ്ഞാൽ ഗാർഡൻ, പൂന്തോട്ടം. അപ്പോൾ സിമ്രൻ, ഇതാണ് സിമ്രൻ. അപ്പോൾ ഇവള് പൂന്തോട്ടത്തിലിരുന്നു കൊണ്ട് സ്കൂളിലെ വർക്ക് ചെയ്യുകയായിരുന്നു, ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. ഓഹോ മേത്തു ധക്ക് ഗൈ. അപ്പോൾ അവൾ പറയുകയാണ്, ഓഹോ ഞാനാകെ ക്ഷീണിച്ചു. ധക്ക് ഗൈ, ധക്ക് ജാന എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചു പോവുക അല്ലെങ്കിൽ തളർന്നു പോവുക. ഞാനാകെ ക്ഷീണിച്ചു. ഇത്തന സാരാ ലിഖ്നെ പഠിനെ കാ കാം. ഇത്രയധികം എഴുതാനും വായിക്കാനും ഒക്കെ ഉള്ള ജോലിയുണ്ട്. ഇത്രയധികം എനിക്ക് എഴുതാനുണ്ട്, പഠിക്കാനുണ്ട്. സ്കൂളിൽ നിന്ന് ഒരുപാട് വർക്ക് ലഭിച്ചിട്ടുണ്ട്. വ സോചനയിലേക്ക് സ്കൂൾ ജാവത്തോ വഹാ പഠോ. അപ്പോൾ അവൾ ചിന്തിക്കാനായിട്ട് തുടങ്ങി. സോചന എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, ചിന്തിക്കാനായിട്ട് തുടങ്ങി. സ്കൂൾ ജാവത്തോ വഹാ പഠോ. സ്കൂളിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് പഠിക്കണം. ഘർ ആവത്തോ ഫിർ പഠോ. വീട്ടിൽ വരികയാണെങ്കിൽ വീണ്ടും പഠിക്കണം, വായിക്കണം. കിത്തന അച്ഛാ ഹോത്ത അഗർ മുझे പഠന ന പഠിത്ത. എത്ര നന്നായിരുന്നു എനിക്ക് പഠിക്കേണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോൾ അവൾ അങ്ങനെ ചിന്തിക്കുകയാണ്. പുസ്തക് രഖ് സിമ്രൻ ചാരാ ഓർ ദേഖ്നെ ലഗി. ഉസ്നെ ദേഖാ കി മധുമക്ഖിയാ ആനന്ദപൂർവക് ഏക് ഫൂൽ സെ ദൂസരെ ഫൂൽ തക് ഉഡ് രഹി ഥി. പുസ്തക് രഖ്, രഖ്ന എന്ന് പറഞ്ഞാൽ വയ്ക്കുക. അപ്പോൾ പുസ്തകം വെച്ചിട്ട് സിമ്രൻ ചാരോ ഓർ ദേഖ്നെ ലഗി, 4 ഭാഗത്തേക്ക് നോക്കാനായിട്ട് തുടങ്ങി. ചാരോ ഓർ ചുറ്റുപാടും, 4 ഭാഗവും. പുസ്തകം അവിടെ വെച്ചിട്ട് സിമ്രൻ 4 ഭാഗത്തേക്കും നോക്കാനായിട്ട് തുടങ്ങി. ഉസ്നെ ദേഖാ കി മധുമക്ഖിയ ആനന്ദപൂർവക് ഏക് ഫൂൽ സെ ദൂസരെ ഫൂൽ തക് ഉഡ് രഹി ഥി. അപ്പോൾ അവൾ എന്താ കണ്ടത്? മധുമക്ഖിയ. മധുമക്ഖിയ എന്ന് പറഞ്ഞാൽ തേനീച്ചകൾ. ആനന്ദപൂർവക് സന്തോഷത്തോടു കൂടി ഏക് ഫൂൽ സെ ദൂസരെ ഫൂൽ തക് ഉഡ് രഹി ഥി. ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പറക്കുകയായിരുന്നു. തേനീച്ചകൾ നല്ല സന്തോഷത്തോടു കൂടി ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പറക്കുകയായിരുന്നു. മേ ബി മധുമക്ഖി ബന്ന ചാത്തി ഹോ, സിമ്രനെ കഹ. അപ്പോൾ സിമ്രൻ എന്ത് പറഞ്ഞു? എനിക്കും തേനീച്ചയാകണം, ഞാനും തേനീച്ചയാകാൻ ആഗ്രഹിക്കുന്നു. ചാത്തി ഹോ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു. മേ ബി മധുമക്ഖി ബന്ന ചാത്തി ഹോ, ഞാനും തേനീച്ചയാകാൻ ആഗ്രഹിക്കുന്നു, സിമ്രൻ പറഞ്ഞു. ഭിൻ ഭിൻ കർത്തി മധുമക്ഖിയ രുക്ക് ഗയി. വേ അചംഭിത് ഹോക്കർ ബോലി, തും തോ ഇതനി സുഖി ഹോ, തും ക്യോ ഹം ജൈസ നന്ന കീട ബന്ന ചാത്തി ഹോ. അപ്പോൾ മധുമക്ഖിയ, തേനീച്ചകൾ എന്താ പറഞ്ഞത്? ഭിൻ ഭിൻ കർത്തി മധുമക്ഖിയ രുക്ക് ഗയി. ഭിൻ ഭിൻ കർണ എന്ന് പറഞ്ഞാൽ ബസ്സിങ്, അതായത് തേനീച്ചകൾ മൂളുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരത് നിർത്തി. രുക്ക് ഗയി, നിർത്തി. മധുമക്ഖിയ അവിടെ നിന്നു. വേ അചംഭിത് ഹോക്കർ ബോലി, അവർ ആശ്ചര്യത്തോടു കൂടി പറഞ്ഞു. അചംഭിത് ഹോക്കർ എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. തും തോ ഇത്തനി സുഖി ഹോ, നിനക്ക് ഇത്രയ്ക്ക് സുഖമാണ്, നീ എത്ര സുഖമായിട്ടാണ് ഇരിക്കുന്നത്. തും ക്യോ ഹം ജൈസ നന്ന കീട ബന്ന ചാത്തി ഹോ, നീ എന്തിനാണ് ഞങ്ങളെപ്പോലെയുള്ള ചെറിയ കീട, കീട എന്ന് പറഞ്ഞാൽ പ്രാണി അല്ലെങ്കിൽ പുഴു എന്നാണ് അർത്ഥം. നീ എന്തിനാണ് ഞങ്ങളെപ്പോലെയുള്ള ചെറിയ പ്രാണിയാവാൻ ആഗ്രഹിക്കുന്നത്? ചാത്തി ഹോ, ആഗ്രഹിക്കുന്നത് എന്തിനാണ്? അപ്പോൾ സിമ്രൻ എന്താ പറയുന്നത്? മുझे क्या सुख है, इतना तो पढ़ना पड़ता है, मैं तो तुम्हारी तरह डाल डाल फूल फूल उड़ना चाहती हूँ. സിമ്രൻ ने कहा. मुझे क्या सुख है, എനിക്ക് എന്ത് സുഖമാണുള്ളത്. इतना तो पढ़ना पड़ता है, ഇത്രയ്ക്ക് എനിക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. मैं तो तुम्हारी तरह डाल डाल फूल फूल उड़ना चाहती हूँ, ഞാൻ നിങ്ങളെപ്പോലെ ഡാൽ ഡാൽ, ഡാൽ ഡാൽ എന്ന് പറഞ്ഞാൽ ഹറേക്ക് ഡാൽ, അതായത് ഓരോരോ ചില്ലകൾ തോറും, ഫൂൽ ഫൂൽ ഓരോരോ പൂക്കൾ തോറും, ഉടന ചാത്തിയും പറക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോരോ മരച്ചില്ലകളിലൂടെയും പിന്നെ ഓരോരോ പൂക്കൾ തോറും ഞാൻ പറക്കാൻ ആഗ്രഹിക്കുന്നു. സിമ്രനെ കഹ, സിമ്രൻ പറഞ്ഞു. ഡാൽ ഡാൽ എന്ന് പറഞ്ഞാൽ മരച്ചില്ല അല്ലെങ്കിൽ മരക്കൊമ്പ്. അപ്പോൾ ഓരോരോ മരച്ചില്ലകൾ തോറും പിന്നെ പൂക്കൾ തോറും, ഫൂൽ ഫൂൽ ഓരോരോ പൂക്കൾ തോറും ഞാൻ പാറി നടക്കാൻ ആഗ്രഹിക്കുന്നു. ഇധർ സെ ഉധർ ഉഡ്ന ഹമാരാ കാം ഹെ,
सारे दिन उड़ उड़ कर रस इकट्ठा करते करते हमारे पंख थक जाते हैं और അപ്പോൾ മധുമക്കിയ ഒരു തേനീച്ചകൾ എന്താ പറയുന്നത്, ഇധർ സെ ഉധർ ഉഡ്ന ഹമാര കാം ഹെ, ഇവിടെ നിന്ന് അവിടേക്ക് പറക്കുന്നത് ഞങ്ങളുടെ ജോലിയാണ്. സാരേ ദിൻ ദിവസം മുഴുവനും ഉടുക്കർ പറന്നും പറന്ന്, രസ് ഇക്കട്ടാ കർത്തേ കർത്തേ, രസ് അതായത് പൂന്തേൻ ശേഖരിച്ചിട്ട് ഹമാരെ പങ്ക് ധക്ക് ജാത്തെ ഹെ, ഞങ്ങളുടെ ചിറക് തളർന്നു പോകുന്നു, ധക്ക് ജാത്തെ ക്ഷീണിച്ചു പോകുന്നു, തളർന്നു പോകുന്നു. ഓർ ओहो सिमरन ने कान बंद कर लिए, सारे दिन पंख फैलाकर उड़ना पड़े तो मैं बहुत थक जाऊंगी. ना അപ്പോൾ സിമ്രൻ എന്താ പറഞ്ഞത്, ഓഹോ സിമ്രനെ കാൻ ബന്ദ് കർ ലിയെ, സിമ്രൻ ചെവി പൊത്തി പിടിച്ചു. കാൻ എന്ന് പറഞ്ഞാൽ ചെവി. സാരേ ദിൻ പങ്ക് ഫൈലാക്കർ ദിവസം മുഴുവനും ചിറക് വിരിച്ചിട്ട് ഉടന പടയത്തോ പറക്കേണ്ടി വരികയാണെങ്കിൽ മേ ബഹുത് ഥക് ജാऊंगी, ഞാൻ വളരെയധികം ക്ഷീണിച്ചു പോകും. നാ ഇല്ല. फिर उसने ऊपर देखा, फलों से लदा पेड़, हाँ अगर मैं पेड़ होती तो अच्छा था, आराम से एक जगह खड़े खड़े सब कुछ मिल जाता. फिर उसने ऊपर देखा, പിന്നീട് സിമ്രൻ മുകളിലേക്ക് നോക്കി. അപ്പോൾ അവൾ എന്താ കണ്ടത്, ഫലോൻ സെ ലതാ പേട്, പഴങ്ങൾ നിറഞ്ഞ, ഒരുപാട് പഴങ്ങൾ കായ്ച്ചു നിൽക്കുന്ന ഒരു മരം കണ്ടു. ഹാ അഗർ മേ പേട് ഹോത്തി തോ അച്ഛാ താ, ഞാൻ ഒരു മരമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആരാംസെ ഏക് ജഗ ഖടേ ഖടേ സബ് കുച്ച് മിൽ ജാത്ത, ആരാംസെ അതായത് ഒരു ബുദ്ധിമുട്ടില്ലാതെ വിശ്രമിക്കാം, ഒരു ഭാഗത്ത് തന്നെ നിൽക്കാം, ഒരു സ്ഥലത്ത് തന്നെ നിന്നാൽ എല്ലാം ലഭിക്കും. സബ് കുച്ച് മിൽ ജാത്ത, എല്ലാം ലഭിക്കും, ഒരു മരമായിരുന്നെങ്കിൽ എന്നവൾ ചിന്തിച്ചു. ആരാംസെ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ എന്ന അർത്ഥവുമുണ്ട്. ആരാം കർണ എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുക. പേട് ഹസ്നെ ലഗ, അപ്പോൾ ഇത് കേട്ടപ്പോൾ മരം ചിരിക്കാനായിട്ട് തുടങ്ങി. മേ സമജ് ഗയ, എനിക്ക് മനസ്സിലായി. തും സോച്തി ഹോ കി മേ ആരാം സെ ഖടാ രഹതാ ഹൂം ബസ്, എനിക്ക് മനസ്സിലായി നീ ചിന്തിക്കുന്നത് ഞാനിവിടെ ആരാം സെ ഖടാ രഹതാ, ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുകയാണെന്നാണല്ലേ നീ വിചാരിക്കുന്നത്, ഞാനിവിടെ വിശ്രമിക്കുകയാണെന്നാണല്ലേ നീ വിചാരിക്കുന്നത്. ബസ് അതല്ലേ നീ വിചാരിക്കുന്നതിൽ, അത്രയല്ലേ ഉള്ളൂ. സുനോ പേടിനെ കഹ, കേൾക്കൂ മരം പറഞ്ഞു. മേരെ ശരീർ കാ തോ ഹർ അംഗ് ദിൻ രാത് കാം കർത്താ ഹെ, എൻ്റെ ശരീരത്തിൻ്റെ ഓരോരോ അവയവങ്ങളും ദിവസം മുഴുവനും ജോലി ചെയ്യുന്നുണ്ട്. ദിവസം രാവെന്നോ പകലെന്നോ ഇല്ലാതെ ജോലി ചെയ്യുന്നുണ്ട്. ജഡേ മിट्टी से पानी खींचते हैं, पत्ते दिन भर खाना बनाते हैं और इतने परिश्रम के पश्चात जो फल उगते हैं वे भी हम तुम्हें दे देते हैं. പേട് എന്ന് പറയുന്നത് ജഡേ മിट्टी से पानी खींचती है, വേരുകൾ, ജഡ് എന്ന് പറഞ്ഞാൽ വേരുകൾ മിट्टी से മണ്ണിൽ നിന്ന് പാനി വെള്ളം, खींचती है വലിച്ചെടുക്കുന്നു, വേര് മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നു. പത്തേ ദിൻ ഭർ ഖാന ബനാത്തെ, ഇലകൾ ദിവസം മുഴുവനും ഫുഡ് ഉണ്ടാക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു. और इतने परिश्रम के पश्चात जो फल उगते हैं, ഇത്രയ്ക്ക് കഠിനാധ്വാനം ചെയ്തതിന് ശേഷം ജോ ഫൽ ഉഗത്തെ ഹെ, ഫ്രൂട്ട്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ വേ ബി ഹം തുമേ ദേ ദേത്തെ ഹെ, അവയും ഞങ്ങൾ നിങ്ങൾക്ക് തന്നെ തരുന്നു, മനുഷ്യർക്ക് തന്നെ നൽകുന്നു. सिमरन ने आंखें झुका ली, सच ये पेड़ तो बहुत परिश्रम करते हैं, फल तो हम ही खा लेते हैं. അപ്പോൾ സിമ്രൻ എന്ത് ചെയ്തു, ആഖെ ചുക്കാലി, ചുക്കണ എന്ന് പറഞ്ഞാൽ കുനിയുക. അപ്പോൾ കണ്ണ് താഴ്ത്തി, കണ്ണ് ഇങ്ങനെ താഴോട്ട് നോക്കി. സിമ്രനെ ആഖെ ചുക്കാലി, സിമ്രൻ താഴോട്ട് ഇങ്ങനെ നോക്കി. എന്നിട്ട് സച്ച് സത്യം, ഈ പേട് തോ ബഹുത് പരിശ്രമം കർത്തേ ഹെ, ഈ മരം വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്. ഫൽ തോ ഹം ഹി ഖാ ലേത്തെ ഹെ, അതിൻ്റെ ഫലം ഫ്രൂട്ട്സൊക്കെ നമ്മൾ തന്നെയാണ് കഴിക്കുന്നത്. ലേക്കിൻ ഇൻ ചിടിയോं की मौज है, सिमरन ने चिड़ियों को दाना खाते देखकर कहा, हाँ मैं भी चिड़िया बन जाती तो ठीक था, लेकिन इन चिड़ियों की मौज है, പക്ഷേ ഈ പക്ഷികൾക്ക് നല്ല സുഖമാണ്. മൗജ് എന്ന് പറഞ്ഞാൽ ഒരു ജോലിയും ചെയ്യണ്ട, അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം. സിമ്രനെ ചിടിയോങ്കോ ദാന ഖാത്തെ ദേക്കർ കഹ, അപ്പോൾ പക്ഷികൾ ധാന്യങ്ങൾ കഴിക്കുകയായിരുന്നു. അത് കഴിക്കുന്നത് കണ്ടുകൊണ്ട് സിമ്രൻ ഇങ്ങനെ പറഞ്ഞു, ഹാ മേ ബി ചിടിയ ബൻ ജാത്തി തോ ടീക് താ, ഞാനും ഒരു ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നാനാ യേ ക്യാ സോച്ച് രഹി ഹോ, ഏക് ചിടിയ ബോലി, അപ്പോൾ ഒരു പക്ഷി പറഞ്ഞു,
വേണ്ട വേണ്ട, ഇതെന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഏക് ഏക് ദാന ഡൂണ്ട്ത്തെ ഡൂണ്ട്ത്തെ സാരേ ദിൻ ഉഡ്തി ഹൂം മൈ. ഓരോരോ ധാന്യവും തിരഞ്ഞ് ദിവസം മുഴുവനും ഞാൻ പറക്കുന്നു. ഘോസ്ല ബനാനെ കെ ലിയെ ഭി ബഹുത് പരിശ്രം കർണ പഡ്താ ഹൈ. കിളിക്കൂടുണ്ടാക്കാനും ഒരുപാട് പരിശ്രമിക്കേണ്ടതായി വരുന്നു, ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഘോസ്ല എന്ന് പറഞ്ഞാൽ കിളിക്കൂട്. ഓർ അതുകൂടാതെ, അപ്പോൾ സിമ്രൻ പറഞ്ഞു, സിമ്രൻ ബോലി ബസ് ബസ് മൈ സമജ് ഗയി വ സോച്നെ ലഗി പരിശ്രം സേ ഹി സബ് ജീത്തെ ഹെ. സിമ്രൻ പറഞ്ഞു, മതി മതി. മൈ സമജ് ഗയി, എനിക്ക് മനസ്സിലായി. വ സോച്നെ ലഗി, അവൾ ചിന്തിക്കാനായിട്ട് തുടങ്ങി. പരിശ്രം സേ ഹി സബ് ജീത്തെ ഹെ, പരിശ്രമിച്ചാൽ മാത്രമേ എല്ലാവരും വിജയിക്കുകയുള്ളൂ, കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ. മുझे भी പരിശ്രം കർണ ചാഹിയെ, എനിക്കും പരിശ്രമിക്കണം, എനിക്കും കഠിനാധ്വാനം ചെയ്യണം. और मन लगाकर പഠന ചാഹിയെ, അതുകൂടാതെ മനസ്സിരുത്തി പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. उसने अपनी पुस्तकें उठाई और उत्साह से स्कूल का काम करने बैठ गई. അവൾ എന്ത് ചെയ്തു? തൻ്റെ പുസ്തകങ്ങൾ എടുത്തു, എന്നിട്ട് ഉത്സാഹത്തോടു കൂടി, നല്ല ഇൻട്രസ്റ്റോടു കൂടി സ്കൂളിലെ വർക്കൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ കുട്ടികളെ, നിങ്ങൾക്ക് എന്താണ് ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലായത്? ഓരോരുത്തർക്കും അവരവരുടേതായ ജോലികളുണ്ട് അല്ലേ? പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് നല്ല റിസൾട്ടും ലഭിക്കും. മെഹനത്ത് കർണേ സേ ഹി ഫൽ മിൽത്താ ഹൈ അല്ലേ? നന്നായിട്ട് അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ, വിജയം ലഭിക്കുകയുള്ളൂ.